Statutory warning. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സിക്സ് അടിക്കലും ഉമ്മാര് നമ്മളെ കൂയിക്കൊല്ലോ അടിക്കടാ സിക്സ് അടിക്കടാ 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 സിക്സ് അടിക്കടാ 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 ലാസ്റ്റ് ബോളാ നീ അടിക്കുന്ന കാണല്ലോ തീർക്കിട്ടാ കടിച്ചിട്ടാ നീ ഒന്ന് പോയാ എനിക്കറിയാ നിക്കാൻ ആ ഭാഗത്തേക്ക് അടിക്കണ്ട അവിടെ പ്രാന്തം കാഫറിന്റെ കാടിന് അവിടേക്ക് ബോളൊക്കെ ആർക്ക് എടുക്കാൻ പറ്റൂല. ഇങ്ങോട്ട് അടിക്കില്ലടാ ഇങ്ങോട്ട് അടിക്കല്ലോ. അടിച്ചാ നീ പോയി എടുക്കേണ്ടി വരും. അത് ഞാൻ അടിച്ചിരിക്കും. നീ വലിയ കാര്യം വേണ്ട ഞാൻ കാണട്ടെ. ഇത് തോറ്റ തന്നെ ജയിക്കണമെന്ന് കാണട്ടെ. അയ്യോ ചെറുതേ ഞാൻ അറിഞ്ഞോണ്ട് അടിച്ചില്ലടാ സോറിടാ. ചെറുത് വലിയ വർത്താനം പറഞ്ഞല്ലേ ചെറുതന്നെ എടുത്തോളൂ. അത് കുഴപ്പമില്ല ചെറുതെടുത്തു. നാളത്തെ മാച്ച് പന്തെടുത്ത് വന്നോളൂട്ടാ. കൊണ്ടാട്ടോ നാളെ രാവിലെ അച്ഛൻ കളിക്കാൻ പോണ്ടേ. നീ കൊണ്ടുവരൂലേ? കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ നടപ്പുറം പൊളിയും. നീ കൊണ്ടുവരൂലേ? ഉറപ്പല്ലേ? കൊണ്ടുവരണട്ടോ.
അവിടെ കിടന്ന് ഓടിടണ്ട, നീ എന്നല്ലേ പറഞ്ഞ, നീ എടുത്തിട്ട് പോരെ. വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞു. മനുഷ്യന് പേടിയായിട്ട് പാടില്ല. ബോള് കൊണ്ടാട്ടോ, നാളെ രാവിലെ അച്ഛൻ കളിക്കാൻ പോകണ്ടേ. കണ്ടു പറ്റില്ല. കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ നടപ്പുറം പൊളിയും. എങ്ങനെയെങ്കിലും എടുക്കണം. പേടിക്കണ്ട, വല്യപ്പുണ്ട്. വാ. പേടിക്കണ്ട.
പന്ത് വെല്ലുപ്പെടുത്താരട്ടാ. മോനവിടെ നിന്ന് എന്തിനെങ്ങനെ കിടക്കണേ? വല്യപ്പ പറഞ്ഞരട്ടാ. വല്യപ്പ എന്തിനെങ്ങനെ തുണിയിട്ട് നടക്കണേ? അതും പറഞ്ഞരാ. നോക്കി നടക്കണട്ടാ. വല്യപ്പ എല്ലാം പറഞ്ഞരാ. വാ, നമ്മുടെ ഈ പൊക്കാഞ്ചേരി എന്ന് പറഞ്ഞ ഈ സുന്ദരമായ നാട്ടില് എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവനാണ് ആ കിടക്കണത്. അവൻ്റെ പേര് സാഫർ എന്നായിരുന്നു. തീർന്നല്ലോ. വല്യപ്പ 3 ചായ. 3 ചായ വേണല്ലേ? പഠിപ്പില്ലേ മോനെ? പോയില്ല. ബാപ്പുട്ടി, ഒരു ചായ വേണം. വായോ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കൊറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർത്തണേ. ആ കായലരികത്ത് വലയെറിഞ്ഞപ്പോ സുന്ദരി. ഇതാ നോക്കി പോണട്ടാ. വണ്ടികളൊക്കെ പോണാണ്. വേണ്ടടാ ബാപ്പുട്ടിക്ക് ആ ഒരു ചായ കൊടുത്തേ. എവിടേക്കാ നീ പലച്ചക്കന്നെ? കണ്ടത്തിലെ കുഞ്ഞോൻകട പേരക്കുട്ടിക്ക് ഒരു പെണ്ണ് വേണമല്ലോ. കുഞ്ഞോൻകട മോൻ നമ്മുടെ കൂട്ടുകാരനാണേ. ഓന്റെ കുട്ടിക്ക് നല്ലൊരു മൊഞ്ചത്തിനെ തന്നെ നോക്കി കൊടുക്കും. നമ്മളിലാണെങ്കിൽ ഉണ്ടല്ലോ കൊറേ. നല്ല മൊഞ്ചത്തി തന്നെ ആവണട്ടാ. നിങ്ങള് ചായ ഇങ്ങോട്ട് തരികയെന്ന്. ചെക്കൻ നല്ല ഉഷാറ് ചെക്കനാ. അതന്നെ നമ്മള് നല്ല ഉഷാറാക്കും. നമ്മക്കത് ഉഷാറാക്കാം. നിനക്കെന്താ പറ്റിയേ? ഫേസൊക്കെ ഒരുമാതിരി ഇരിക്കണ്ടല്ലോ. കുറച്ചു നേരം എന്നെ ശ്രദ്ധിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും. വേറൊരു കാര്യമുണ്ട്. വീട്ടിലുമ്മ പെണ്ണാലോചിച്ച് തുടങ്ങി. നമ്മുടെ കാര്യം പറയാറായോ? അത് ഇപ്പം പറയണ്ട, 1 മാസം കഴിഞ്ഞിട്ട് പറയാം. ഉമ്മാൻ്റെ അടുത്ത് ഇപ്പോൾ 1-2 പ്രാവശ്യമായി അവധി പറയുന്നു. ഇതേ നമ്മളെ അയ്മുക്കാന്റെ മോന്റെ മോളാണ്. ഇതാ അയ്മുക്കാന്റെ മോന്റെ കുട്ടിയാണ്. ഇത് നല്ല കുട്ടിയാണല്ലോ. ഇത് എസ്എംപുരത്തുള്ളൊരു അടിപൊളി മൊഞ്ചത്തി കുട്ടിയാണ്. ഇതും നല്ല കുട്ടിയാണല്ലോ. നമ്മളെ മോൻക്ക് ഇഷ്ടാവും. പിന്നല്ലാണ്ട്. മോൻ വന്നല്ല. രാമോനെ, സുലൈമാനിക്ക നല്ല മൊഞ്ചത്തി കുട്ടികളെ ഫോട്ടോ ഇടുന്നുണ്ട്. നീ ഒന്ന് നോക്കിയാടാ.
ഞാൻ പറഞ്ഞില്ലേ ഉമ്മ 1 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്. സുലൈമാനിക്ക ആ. ഇത് ഇരിക്കട്ടെ, ആ ആയിക്കോട്ടെ. അറിയിക്കാൻ ഒരു ഞങ്ങൾ. മാസം ഇപ്പൊ ചെല്ല്. അങ്ങോട്ട് പോകൂലേ, ഞങ്ങൾ അറിയിക്കാം. നിങ്ങൾ വിളിച്ചാൽ മതി, നമ്മൾ ആ. അങ്ങോട്ട് വന്നോളാം. ഇതാന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എത്തും. എന്നാ മോനെ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ ഞാൻ ബാപ്പുട്ടിയുടെ കടയിൽ നിന്ന് പരിപ്പട വാങ്ങിച്ചിട്ട് വരാം. മോനെ നീ വണ്ടി എടുക്കണില്ലടാ? ഇല്ലുമ്മ, എനിക്ക് ആ കണ്ണേട്ടൻ്റെ വീട്ടിലും വേറെ ഒന്നിൻ്റെ വീട്ടിലും കയറാനുണ്ട്, ഞാൻ പോയിട്ട് വരാം. ആ മതിക്ക, ആ എന്താണ് വിശേഷം? നല്ല വിശേഷം. എന്നാ വന്നേ? ഞാൻ ഒരാഴ്ച വന്നിട്ട്. ആ പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ആ ഇല്ല ഇല്ല ഇല്ല. ഞാനേ ബാപ്പുട്ടിക്കാടെ കടയിൽ പോയിട്ട് വരാം. ആ ശരി, ഓക്കെ. എന്നാ ശരി. ആ ഹലോ, ആരുമില്ല ഇവിടെ? ഹലോ, ആരാ? സാഫറല്ലേ? അതെ സാഫറാണ്. എന്നാ വന്നപ്പോ? ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. ആ, കണ്ണേട്ടൻ എന്തേ? കണ്ണേട്ടൻ പണിക്ക് പോയിക്കാണ്. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. സാഫറന്ന് സഹായിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതമൊക്കെ ഉണ്ടായത്. സാഫറിനെ ഞങ്ങൾ എന്നോർക്കും, ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും, അവർക്കൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാനായിട്ട് സാഫറിന് പറ്റട്ടെ എന്ന് ഞങ്ങളെന്നും പ്രാർത്ഥിക്കും. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, വിഷമിക്കണ്ട. എന്തിനാ പോട്ടെ ചേച്ചി. ആ, ശരി. ഷോ ഈശ്വരന്മാരെ, നേരെ കുറയായല്ലോ, കുട്ടികളുടെ കാത്തിരിക്കുന്നുണ്ടാവും. എന്ത് താങ്ങിയത് വയറ്റിനകത്ത്. ഹോ, ഈ നശിച്ചൊരു വയറ്. നേരം വൈകുന്നേരത്ത് കുട്ടികളോടെ കാത്തിരിക്കട്ടെ, വീട്ടിൽ പോയിട്ട് വരാം. ഓ, തൂറാൻ പൊട്ടിയൊരു സമയം. അമ്മ അപ്പോഴും പറഞ്ഞതാ പൊറോട്ട തിന്നണ്ടെന്ന്. സഹിക്കന്നെ. മനുഷ്യനോട് തൂറാൻ മുട്ടിയിരിക്കുന്ന നേരത്താ അവൻ്റെ ഒരു നീരാട്ടി. ഒന്ന് എണീറ്റ് പോട്ടെ അവിടുന്ന്. മനുഷ്യനോട് സഹിക്കാൻ പറ്റുന്ന നേരത്താ അവൻ്റെ ഒരു ചേട്ടാനല്ലേ അത്? സഹിക്കാൻ പറ്റില്ല. വെള്ളത്തിൽ കിടക്കാൻ ഇവനെന്താ നീർന്നായ. ഒന്ന് എണീറ്റ് പോടോ. ഇയാളീ പണിയെടുക്കുന്ന കാശ് മൊത്തം വെള്ളമടിച്ച് തീർക്കുമല്ലോ. കുറച്ചോനെ പെട്ട്. ഇന്ന് മൊത്തം വെള്ളത്തിലാണല്ലോ. കൈ പിടിക്കേ. പോരട്ടെ ഇങ്ങോട്ട്. പോരട്ടെ. ആ ഓ ദൈവമേ, രണ്ടും കൂടെ എന്നെ നടുറോട്ടി തോടിക്കുന്ന തോന്നലേ. ഓ ആ ഇന്ന് മൊത്തം ഫിറ്റാണല്ലേ? എന്നാ ശരി, ഞാൻ പോട്ടെ. ഓ, അപ്പൊ ശേഷം അവിടെ നിന്ന് പോയാ ഇനി പിടിക്കുന്ന ശരിയാവില്ല. ഓ, പോയിന്ന് തോന്നണേ.
എടാ സാബിറെ, നീ നല്ല സമയത്താ വന്നേ. മനുഷ്യൻ തൂറാൻ മുട്ടിക്കുന്ന സമയത്താ അവൻ്റെ ഒരു നീരാട്ട്. ഓ എൻ്റെ കുട്ടികളെ. ആരിത് സാഫ്ര എന്ന് വന്നടാ? ഒരാഴ്ചയായി വന്നിട്ട്. അതല്ലേ കച്ചവടം എങ്ങനെ പോകുന്നു? അങ്ങനെ പോണു മോനെ. ശരി. വാ വാ. അസ്സലാമലൈക്കും. വാലേക്കും സ്ലാം. കുട്ടിക്കാ സുഖല്ലേ? സുഖം തന്നെ. വെറുതേട്ടൻ സുഖല്ലേ? ആ നല്ല വിശേഷം. നീ എന്നാ വന്നേ? ഞാൻ ഒരാഴ്ച വന്നിട്ട്. ആ അത് ശരി. വന്നിട്ട് കുറച്ചായിരിക്കണ്. ആ ഉമ്മ പറഞ്ഞു. അതെ അല്ലേ? പിന്നെ സുഖല്ലേ മോനക്ക്? ഓരോരോ തിരക്കുകളല്ലേ ബാബുട്ടിക്ക. അല്ല, ഉമ്മാനെ കണ്ടപ്പോ പെണ്ണ് കെട്ടിക്കണ കാര്യം പറഞ്ഞല്ല. ബ്രോക്കർ സുലൈമാനും പറഞ്ഞു. ആന്നേ, ഉമ്മാക്ക് എന്നെ പെണ്ണ് കെട്ടിക്കാൻ തിരക്കായിട്ട് നിൽക്കുക. ദിവസവും 5-6 ബ്രോക്കർമാരൊക്കെ വരുന്നുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മതി പറഞ്ഞ് നിൽക്കുക. അല്ല കുട്ടിയെ, മനസ്സിൽ വല്ലതുണ്ടാ? ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞ നമ്മൾ ഉമ്മാട് പറഞ്ഞ് സമ്മതിപ്പിക്ക. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് നമ്മളെ ജാതി ആയിരിക്കണം. സത്യത്തില് അതേപ്പറ്റി പറയാൻ തന്നെയാ ബാപ്പുട്ടിക്കേട്ടത്തിനാ പോകുന്നത് തന്നെ. അത് ഞമ്മക്ക് മനസ്സിലായിരിക്കണ്. ഉള്ളിൽ എന്തോ കുടുങ്ങിയിരിക്കണ്. അത് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞാളാ. അതെ ബാപ്പുട്ടിക്ക, ഇനി ബാപ്പുട്ടിക്ക പറഞ്ഞാലും ഉമ്മ കേൾക്കൂ. അത് ഞമ്മക്ക് ആലോചിക്കാം. പക്ഷേങ്കിൽ ഉമ്മാട് ഞമ്മ പറയണമെങ്കിൽ നമ്മൾ പറഞ്ഞ തന്നെ ആവണം. അവള് മുസ്ലിം തന്നെയാണ്. പക്ഷേ എന്താ ഒരു പക്ഷേ? സാദിലിക്കട മോളാ. ഏത്? ആടോ നമ്മുടെ കടവാർത്ത സാധല്. അല്ല പാപ്പിടിക്ക, നമ്മളെ കഴിഞ്ഞ ഇക്കണ്ട പറമ്പൊക്കെ കളിച്ച സാധ്യത നിങ്ങൾ മറന്ന? നമ്മടെ സാധലി. പക്ഷേ മോളെ ഓൻ ഞമ്മക്ക് കെട്ടിച്ചരുവോ? അതിന് അയാളെ സമ്മതം ആർക്ക് വേണം ബാപ്പുട്ടിക്ക? ഒരു 5 പരിപ്പട പറഞ്ഞ ഉമ്മാക്ക് കൊടുക്കാൻ. ശരി മോനെ. ആ എന്നാ മോനെ. ശരി ബാപ്പുട്ടിക്ക, പോയിട്ട് വരാം. ചേട്ടാ, ചേട്ടൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ആ സാദിലേക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് കൂടിശാനെന്നറിയോ? അത് പിന്നെ മറ്റേ പാടുന്നേ പിള്ളേർക്കൊക്കെ മയക്കുമരുന്ന് കൊടുത്തിട്ട്. അല്ലാണ്ട് പിന്നെ ഈ കായൊക്കെ എങ്ങനെ ഉണ്ടാവണ്? അല്ലാണ്ട് ഇത്ര പെട്ടെന്ന് എങ്ങനെ ഉണ്ടാവണ്? ഹലോ. ഹലോ. ആ നീ വീട്ടിലെത്തിയാ? ഞാനിപ്പോ എത്തി, കുറച്ചേരായി. ആ ഞാൻ വീട്ടിലെത്തി. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. എന്തോ ഒരു സങ്കടമുള്ള പോലെ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാനേ നമ്മുടെ ബാപ്പുട്ടിക്കട കടയിൽ നിന്നേ പരിപ്പടയും ഉമ്മാക്ക് പരിപ്പട വാങ്ങിയിട്ടേ ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ആ ഒരു മിനിറ്റ് കേട്ടാ. കാർത്തികേട്ടോയ്. ആ സുഖല്ലേ? ആ സുഖാണ്. ആ അമ്മ എന്തേ? അമ്മക്ക് എടുക്കണ് തീരെ വയ്യ. അയ്യോ, അതെന്ത് പറ്റി? അമ്മയൊന്നും കാണില്ല. ഇപ്പൊ കുഴപ്പമില്ല, നീ പോയിക്കോ, വൈകിട്ട് ക്ലബ്ബിൽ കാണാം. അമ്മ ആരെയും കാണണ്ടെന്ന് പറഞ്ഞേക്കണ്. ആരെയും കയറ്റണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്. ശരി കേട്ടാ. എന്നാ ശരി, എന്നാ പിന്നെ കാണാം. ശരി. ആ വൈകിട്ട് ക്ലബ്ബിൽ കാണില്ലേ? ആടാ, വൈകിട്ട് ക്ലബ്ബിൽ കാണാം. ആ ആ സഖാവേ, എന്താ വന്നേ? ഒരാഴ്ച വന്നിട്ട്. ഒരു മിനിറ്റ്, ഇത് കൊടുത്തിട്ട് ഒരുമിച്ച് പോവാം. ആ എന്നാ ശരി, ഒരുമിച്ച് പോവാം. ആ സഖാവേ, പെൻഷൻ ആവൂലേ? ആ അതെ അതെ അതെ, 1 മാസത്തെ വൈകി. ഈ മാസത്തെയും കൂടെ ഇപ്പം ചേർത്തിട്ട് ഒരുമിച്ചുണ്ട്. അമ്മ ഒന്ന് വിളിക്കും ഒപ്പിടാൻ.
അമ്മ കിടപ്പില, തീരെ വയ്യ. അതെയോ? ഓ ശരി. അപ്പം ഞാൻ ഉപ്പിടിച്ചാ പോരെ? ആ മതി മതി. എന്നാട് തന്നാ ഞാൻ ഉപ്പിടിക്കും. അല്ല സഖാവേ, ഈ വരലാണോ ഈ വരലാണോ? ആ തള്ളവരല്. ഈ വരലല്ലേ? ആ അതെ അതെ. ആ യെസ്. അമ്മ പറഞ്ഞിട്ടാ അകത്തുകാരൻ കയറ്റിരുന്നു. നീ പൊക്കോ, വൈകിട്ട് ക്ലബ്ബിൽ കാണാം. അമ്മയ്ക്ക് തീരെ വയ്യത്തോണ്ടാ. നീ ഒന്നും വിചാരിക്കരുത്. പൊക്കോ, വൈകിട്ട് ക്ലബ്ബിൽ കാണാം. ശരിടാ. ശരി എന്നാ ശരി ചേട്ടാ. ശരി സഖാവേ, കാണാം. എന്താ നിന്റെ പ്രശ്നം? കുറച്ച് ദിവസം അതിനെ ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. വീട്ടിൽ അച്ഛൻ എന്ന് പറഞ്ഞൊരാളുണ്ടാ. അവനോട് ഞാനൊരു 500 രൂപ ചോദിച്ചപ്പോ അവന് തരാൻ പറ്റില്ലാന്ന്. ആദ്യം കൂട്ടുകെട്ട് നന്നാക്കാൻ, അന്നാ തരാന്ന്, ഇല്ലെങ്കിൽ വല്ല പണിക്കും പോക്കോളാൻ പോവാൻ പറഞ്ഞു ഞാൻ. എടാ മോനെ ബിജു, ഈ മാസം അമ്മയ്ക്കൊന്നും തന്നില്ലല്ലോ. എടാ ബിജു. അതന്നെ അമ്മ ഇവിടെ പറയണ, വീട്ടിൽ തന്നായ പൈസ തന്നില്ലാന്ന്. തരാം അമ്മ, തരാം. ആരാ? സാഫറല്ലേ മോനെ? അതെ ബാബുട്ടിക്ക, ഞാൻ തന്നെ. എന്താ മോനെ ഇവിടെ നിൽക്കണേ? കണ്ട ബാബുട്ടിക്ക ഈ കുട്ടികളുടെ അവസ്ഥ. മോനെ വാടാ, ഇവിടെ നിൽക്കണ്ടടാ. നിക്ക് ബാബുട്ടിക്ക, പോവാടാ. എന്റെ മോനെ ഇങ്ങോട്ട് ഇറക്കി വിടറാ. വിടറ ഇങ്ങോട്ട് എന്റെ മോനെ. ഞാൻ മോനുണ്ടാ പിശാച് തള്ള. വാടമോനെ, വാടമോനെ ഇങ്ങോട്ട്. വായോ ഇങ്ങോട്ട്. പൊന്നുപോലെ നോക്കി വളർത്തിയ മക്കളെ കൊണ്ട് കെടുത്തിക്കണേണ്ട അവള്. നശിച്ചവള് കണ്ണി കണ്ടത് കൊടുത്ത് കെടുത്തിരിക്കണേ. വാടമോനെ, വിടട ഇങ്ങോട്ട് അവനെ. ഓരോ കുട്ടികളെ കൊണ്ട് കെടുത്തിക്കണേണ്ട. വാടമോനെ, നമ്മുടെ മോൻ വായോ, വായോ, വാട ഇങ്ങോട്ട്. അയ്യോ ചവിട്ടില്ലട മോനെ. അമ്മയുടെ, നിന്റെ അമ്മയുടേത് ചവിട്ടില്ലട മോനെ. നീ അമ്മനെ ചവിട്ടില്ലടാ. നിന്റെ അമ്മയാണത്. അമ്മനെ ചവിട്ടില്ലടാ, അമ്മനെ ചവിട്ടില്ലടാ. ബാബുട്ടിക്ക, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലുള്ളപ്പോഴാണ് എൻ്റെ വാപ്പ മരിക്കണത്. അതിനുശേഷം എന്നെ വളർത്തി വലുതാക്കി ഒരുപാട് പ്രതീക്ഷകളോടെ എൻ്റെ ഉമ്മ. അതുപോലെ ഒരു അമ്മയല്ലേ ആ മകൻ്റെ ചവിട്ട് കൊള്ളണത്. അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കണില്ല ബാബുട്ടിക്ക. വീട് ബാബുട്ടിക്ക, എന്താ ചെക്ക കാണിക്കാൻ മാറുക? മോനെ കാണാനില്ലല്ലോ. എവിടെയാപ്പോ? മോനെ, നമ്മ 1-2 ആൾ വിചാരിച്ചാലൊന്നും ഈ നാട് നന്നാക്കാൻ പറ്റില്ല. നാട് നന്നാവണമെങ്കിൽ
നമ്മുടെ നാട്ടുകാർ ഒറ്റക്കെട്ടാവണം. ആ ആ അല്ലാണ്ട് നടക്കില്ല. അതെങ്ങനെയാ ബാബുട്ടിക്ക? എല്ലാവർക്കും കോടികളുണ്ടാക്കണം, ആർഭാടം കാണിക്കണം. സെക്കൻഡിൽ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുമുളച്ചെന്ന് ആർക്കുമില്ല. പിന്നെ എങ്ങനെ നാട് നന്നാവാ? ആർക്കും ഈ ദുനിയാവ് വിട്ടു പോകുന്നുള്ള വിചാരമില്ല. എല്ലാവരും ഇവിടെ കിടന്ന് അങ്ങനെ ചിന്തയുള്ള ഒരാളുണ്ടായിരുന്നു ഇവിടെ. നിൻ്റെ വാപ്പ കൊട്ടാരം പോലുള്ളൊരു വീട്ടിൽ ജീവിച്ച് ഉള്ളതെല്ലാം വിറ്റുപറക്കി നാട്ടുകാരെ മുഴുവനും സഹായിച്ച് നാട്ടിലുള്ളവരുടെ കണ്ണീരൊപ്പി അവസാനം ഈ കാണുന്ന കൊട്ടാരത്തിൽ വന്ന് കിടന്നു. എന്തൊരു കൊതുവാണിത്. എന്നിട്ട് ഈ കൊട്ടാരത്തിൽ നിന്ന് യാത്രയായ നിന്റെ വാപ്പ. ആരാ മോനത്? സാഫ്ര? ഞാനുമ്മ. ആരാ നിന്റെ കൂടെ? ഞാനാ മോളെ വാപ്പുട്ടിക്ക. ആ വാപ്പുട്ടിക്ക് വായോ, ചായ കുടിച്ചിട്ട് പോകാം. വേണ്ട മോളെ, നേരെ ഇത്ര ആയില്ലേ. ഇനി പൊലച്ച കട ഉറക്കാൻ പോണ്ടല്ലേ. പോട്ടെ മോനെ. കൊണ്ടാക്കണോ ബാബുട്ടിക്ക? വേണ്ട മോനെ, നീ പൊക്ക. നീ ഇത് എവിടെയായിരുന്നു മോനെ? ഞാൻ ബാപ്പുട്ടിക്കാടെ കൂടെ ഉണ്ടായിരുന്നു ഉമ്മ. എന്താ ഇത്ര നേരം വൈകിയേ? ഒന്നുമില്ല ഉമ്മ. എന്താ മോന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് വേണ്ട എൻ്റെ വാപ്പുട്ടിക്ക, പണിക്ക് പോകാൻ നേരായി. വെള്ളം ഒഴിച്ചിട്ടുള്ളോ? അത് തിളക്കണം. അനക്ക് തിരക്കുണ്ടെങ്കിൽ പൊക്ക. എപ്പോൾ വന്നാലും എനിക്ക് തിരക്കെന്നെ തിരക്ക്. ഒരു തൊഴിലും തരില്ല മനുഷ്യന്. എന്താ ഇവിടെ ഒച്ചവിളി? തന്തപ്പിടി കേറിക്കടോ. എന്താവിടെ ഒച്ചവിളിയൊക്കെ? നിർത്തിക്കാട്ട രണ്ടും. ഞങ്ങളുണ്ട് ഇവിടെ കേട്ടാ. ഞങ്ങളുടെ പുറയിൽ ചില ആളുകൾ നടക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അത് വേണ്ട കാക്ക, ചായ റോ തരാ മക്കളെ. ഇന്നലെ രാത്രി നീ ശ്രദ്ധിക്കുന്നത് കണ്ടായിരുന്നു. എന്തോടാ നീ നോക്കുന്നേ? ഇങ്ങനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണെന്നുള്ളത് അറിയും. അത് വേണ്ട, വന്നാ കത്തിച്ചു കളയും. നാട്ടുകാർക്ക് പോലും നിന്നെ കാണിക്കില്ല, കേട്ടോടാ. വാടാ. കേട്ടല്ലോ? എന്താണ് നോക്കണേ? എന്താ നായ്ക്കള് പറഞ്ഞ മോനെ? അതൊന്നുമില്ലേക്കാ, ഇന്നലെ നമ്മളവിടെ നോക്കി നിൽക്കണവർ കണ്ടു. ഇനി അത് ആവർത്തിക്കണ്ടെന്നാ നമ്മളോട് പറഞ്ഞു. ആ അതൊക്കെ വിട്ടുകള. അല്ല, ഈ ഒരുങ്ങി പിടിച്ച എവിടേക്കാ യാത്ര? ഇന്നാണ് അവള് കല്യാണക്കാര്യം പറയാന്ന് പറഞ്ഞതേ. ഓ, ഇന്നാണോ? എല്ലാം നല്ലതുപോലെ നടക്കട്ടെ മോനെ. അവളുടെ വാപ്പ സാബിലി ഒരു ദുഷ്ടനാണ് മോനെ, സൂക്ഷിക്കണം. ആ ബാബുട്ടിക്ക, അവള് ബീച്ചിൽ വന്നിട്ടുണ്ടാവും. ഞാൻ പോയിട്ട് വരാം. ശരി മോനെ, പോയിട്ട് വായോ. ദുആ ചെയ്യണട്ടാ. ആ നേരം വൈകി. സാഫിറല്ലേ? അതെ, ഞാൻ ഡോക്ടർ രമ്യ, അസിയുടെ ഡോക്ടറാണ്. അസിയുടെ ഡോക്ടറോ? അവൾക്കെന്താ അസുഖം? പറയാം.
കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അസി എന്നെ കാണാൻ വന്നത്. രണ്ടു മാസമായി അവൾക്ക് പീരിയഡ്സ് ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എങ്കിൽ ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞത്. അവളുടെ ഉമ്മയും വാപ്പയും ലഹരി ഉപയോഗിക്കുന്നവരും ആ നാട്ടിലെ ലഹരി കച്ചവടക്കാരുമായിരുന്നു. അവൾക്കാരോടെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ അവർ അവൾക്കും ഒരു ദിവസം ജ്യൂസിൽ ലഹരി കലർത്തി നൽകി. അത് കുടിച്ച് മയങ്ങിപ്പോയ അവൾ ആ മയക്കത്തിൽ നിന്നും എഴുന്നേറ്റപ്പോൾ അവളുടെ വാപ്പ അവളുടെ ദേഹത്ത് നിന്നും എഴുന്നേറ്റ് പോകുന്നതാണ് അവൾ കണ്ടത്. ഡോക്ടറെ, അസി അവളെന്തെങ്കിലും ഇല്ലടാ, ഞാൻ ആത്മഹത്യൊന്നും ചെയ്യൂല. എൻ്റെ ജീവിതം നശിപ്പിച്ച ഈ ലഹരിയെ ഞാൻ ഇല്ലാതാക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ ജീവിതം. പിന്നെ എൻ്റെ വയറ്റിൽ കിടക്കണ കുട്ടി, അതിനെ ഞാൻ കൊല്ലൂല, അതിനെ ഞാൻ വളർത്തും. സാഫർക്ക പറഞ്ഞില്ലേ തേർഡ് നമുക്ക് ഒരുമിച്ച് ജീവിക്കാന്ന്. പറഞ്ഞു മോനെ, ഓനോളോട് ഒരുപാട് തവണ പറഞ്ഞു. പക്ഷേ ഓള് സമ്മതിച്ചില്ല. ഓളെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇതുപോലൊരു ഗതി വരരുതെന്ന് ഓള് നിശ്ചയിച്ചു. ഓൾ അതിനു വേണ്ടി പോരാടാൻ അങ്ങനെ തീരുമാനിച്ചു.
ദാറുസലാം മദ്രസ അധ്യാപകനെ പോലീസ് നോക്കിയ വെറുതെ കണ്ട പാപ്പട്ടിക്ക നോക്കി എന്തൊക്കെ കാണിച്ചു കൂട്ടണം നോക്കി. എന്നിട്ട് ഇവര് നല്ല ആളുകളാന്ന് പ്രചരിപ്പിക്കാൻ കുറെ ആളുകളും. നിന്റെ പേരും പറഞ്ഞു എന്താണ് ഇവന്മാരി കാട്ടിക്കൂട്ടി. ഇവരൊക്കെ എന്താ ചെയ്യണ്ടെന്നറിയോ? അയ്യോ ഇവരൊക്കെ എന്താ വേണ്ടെന്നറിയോ? ഗൾഫിലെ നിയമം ഉണ്ടല്ലോ, ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഈ നായ്ക്കളാണ്. ഇവരൊക്കെ കുതിരാനെ കൊണ്ട് ചവിട്ടിച്ച് കൊല്ലില്ലേ, അതുപോലെ ആക്കണവരൊക്കെ നിയമം, എന്നാലും ഇവരൊക്കെ പഠിക്കുള്ളൂ. ആണ് പിന്നല്ലാണ്ട് ഈ വർഗങ്ങളൊക്കെ ഉണ്ടല്ലോ, വീട്ടിൽ കയറ്റാൻ പറ്റും അവരൊക്കെ. എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ച് ഓരോരുത്തർ പറയാ ഇവർക്ക് ചോറ് കൊടുക്കുമ്പോ നാടൻ കോഴി വേണമല്ലോ, ഇല്ലാണ്ട് കഴിക്കില്ലാന്ന് ഭക്ഷണം. പ്രകൃതി വിരുദ്ധ പീഡനം. ആരെങ്കിലും ഉണ്ടോ അവരോടൊക്കെ ചോദിക്കാൻ? അത് മാത്ര 9 വയസ്സായ പെൺകുട്ടീനെ സ്വന്തം അച്ഛൻ ഗർഭിണിയാക്കിന്ന്. എന്ത് കേൾക്കണ നാട്ടില്? 9 വയസ്സായിട്ടുള്ള ഈ പെൺകുട്ടിക്ക്. ഇതിനൊക്കെ കാരണം നമ്മുടെ നാട്ടിലെ ലഹരിയാണ്. ഇതേപോലെ തന്നെ അടുത്തൊരു ദിവസം കണ്ടിട്ടില്ലേ നമ്മള് TV ന്യൂസിലൊക്കെ കണ്ടില്ലേ? 3 വയസ്സായ കുട്ടീനെ അച്ഛന്റെ സ്വന്തം അനിയൻ ചെറിയച്ഛൻ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി നിരന്തരം പീഡിപ്പിക്കായിരുന്നു. ആ കുട്ടീനെ അമ്മ ലാസ്റ്റ് നിവൃത്തിയില്ലണ്ടല്ലേ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നത്. എന്താ ചെയ്യല്ലേ? വണ്ടി കൊണ്ടോടാ. ഇത് നോക്കിയ സകവ നൊന്ത് പ്രസവിച്ച അമ്മയുടെ കഴുത്തറുത്ത് മകൻ കൊന്നു. ഈ നാടിന്റെ അവസ്ഥ ഇങ്ങനെ എന്താ ചെയ്യാ സകവ? മാറ
അത് തന്നിട്ട് മതി, കേട്ടല്ലോ? ഓ രാഹുല, സാധനം ഉണ്ടോന്ന്? എടാ മയിരേ, നീ തന്നിട്ട് മതി, കേട്ടല്ലോ? ഇങ്ങോട്ടുണ്ടാക്കാൻ നിൽക്കല്ലേ. ഓ നമ്മുടെ കഴിഞ്ഞ മാസത്തെ പെൻഷൻ കിട്ടിയില്ലടാ. ഈ മാസം കിട്ടുമ്പോൾ ഒരുമിച്ച് തരടാ. വല്യപ്പ, അപ്പോ കാർത്തികേട്ടൻ്റെ അമ്മേനെ കൊന്ന കാര്യം സാഫർക്കാരോടും പറഞ്ഞില്ലേ? ഇല്ല മോനെ, അവൻ ആരോടും പറഞ്ഞു. അവൻ അവൻ്റെ ഉമ്മാട് പറയാൻ ചെന്നപ്പോ ഇതാരാ? കാർത്തിയാനാ? വാ കേറിയിരിക്കേ. സാഫറിന്തിമ്മ അവനിപ്പോ പുറത്തു പോയിരിക്കാ. ഞാൻ പോട്ടമ്മ, സാഫറില്ലല്ലോ. നീ ഇരിക്കും മോനെ, ഉമ്മ ഇത്തിരി ജ്യൂസ് ഉണ്ടായി തരാം. അപ്പോൾക്ക് സാഫർ വരും. നീ ഇരിക്കും മോനെ.
അതിനുശേഷം മനുഷ്യനെ കാണുന്നത് അവൻ പേടിയായി മാറി. അതാണ് വല്യപ്പ പോലും തുണിയും തലയിലിട്ട് അവന് ഭക്ഷണം കൊണ്ടു കൊടുക്കണം. പ്രപഞ്ചമേ മരതക വർണ്ണങ്ങളെ മലയജങ്ങളെ തഴുകി വരും ഒരു ശുദ്ധ നിശ്വാസം തരുമോ എനിക്കൊരു ശുദ്ധ നിശ്വാസം തരുമോ മായാപ്രപഞ്ചമേ മരതക വർണ്ണങ്ങളെ ചുറ്റിപ്പിടിക്കാം ഇവിടെ എന്തിനെ വിശ്വസിച്ചിടാം എന്തിനെ ചുറ്റിപ്പിടിക്കാം ഇവിടെ എന്തിനെ വിശ്വസിച്ചിടാം പൊയ്മുഖങ്ങളാണിവിടത്തെ ആദർശ ചിന്ത കൊണ്ടെന്ത് നേടാം ആദർശ ചിന്ത കൊണ്ടെന്തു നേടാം മായാപ്രപഞ്ചമേ മരതക വർണ്ണങ്ങളെ തകരുന്ന ജീവിതം നാൾക്കുനാൾ തോറും ഇടിയുന്ന ചുമരിന്മേൽ ചിത്രം വരച്ചപ്പോ തകരുന്ന ജീവിതം നാൾക്കുനാൾ തോറും ഇടിയുന്ന ചുമരിന്മേൽ ചിത്രം വരച്ചപ്പോ തുണയേകാൻ കൈകളിന്നാരുമില്ല അലയുന്നു ഞാനിവിടെ ഏകനായി അലയുന്നു ഞാനിവിടെ ഏകനായി 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 ഇങ്ങനെയാണ് മോനെ സാഫർ ഭ്രാന്തൻ കാഫറായത്.
വല്യപ്പ, അപ്പൊ ഈ ലഹരി എന്ന് പറയുന്ന സാധനം നാടിനെ നശിപ്പിക്കൂലേ? ഈ നശിച്ച ലഹരി കാരണം ഇവനെപ്പോലെ ഇതുപയോഗിക്കാത്തവരും ഉപയോഗിക്കുന്നവരും ഭ്രാന്തന്മാരായി മാറാണ്. ഇനി കുറച്ചു വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭ്രാന്തന്മാരുടെയും ഭ്രാന്തിമാരുടെയും എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അത് സംഭവിക്കാതിരിക്കാൻ പോലീസും ഭരണാധികാരികളും ശ്രദ്ധിക്കണേന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതിന് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. Oh